ഇന്നത്തെ അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ വായിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നാം പലപ്പോഴും ഈ വാക്യങ്ങൾ വചനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും ഓർപ്പിക്കുകയാണ്. എന്നാൽ അവൻ ലോകസ്ഥാപനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നമുക്കറിയാം, നമ്മൾ ഇന്ന് തിരുമേശയുടെ മുമ്പിലായിരിക്കുന്നു. ഒന്നവൻ ഒരിക്കൽ അവൻ കടന്നു വന്ന് ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ ഭാഗം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ഒന്നാമത്തെ വരവിൽ അവന് പാപത്തിന് പരിഹാരം വരുത്തി. രണ്ടാമത്തെ ഭാഗം എന്താണ് പറയുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒന്നാമത്തെ വരവിൽ അവൻ പാപത്തിന് വേണ്ടി പാപത്തിലേക്ക് വന്നു. പാപികളായിരുന്നവരെ വിടുവിച്ച് രക്ഷണീയ പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടവരെ കാലാകാലങ്ങളിൽ അറിയിച്ച് അവരെ വിളിച്ച് വേർതിരിച്ച് ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം രണ്ട് ഭാഗമുണ്ട്. ഒന്നാമത്തെ വരവിൽ പാപത്തിന് പരിഹാരം വരുത്തി. രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രക്ഷകനെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. അപ്പം നമ്മളെ എന്തിനാണ് നമ്മളെ ആദ്യം കർത്താവ് വന്നത്? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അപ്പോൾ ആ പാപ പരിഹാരം പൊതുവിലുള്ള അല്ലെങ്കിൽ വചനത്തിൽ നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മളെ എന്ത് ചെയ്യുന്നു? വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ആ ക്രിസ്തു ഒരിക്കൽ നമ്മളെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള അറിവ് നമുക്കില്ലായിരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു എന്നുള്ള ചിന്താഗതിയിലായിരുന്നു കുറച്ച് നാൾ നടന്നത്. പിന്നീട് വചനം വ്യക്തമായി, വ്യാഖ്യാനം വ്യക്തമായപ്പം മനസ്സിലാക്കി, ഞാനല്ല തിരഞ്ഞെടുത്തത്, ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെ അപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചുറ്റുമല്ല ഈ ലോകം കറങ്ങുന്നത്, പകരം ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു, അവന് ചുറ്റും ആണ് എല്ലാം കറങ്ങുന്നതെന്നുള്ള കാര്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇന്ന് പിടുത്തം പോയി. അപ്പോൾ ഈ രക്ഷണീയ പദ്ധതിയിൽ നാം ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം, നാം ജനിക്കുന്നതിന് മുമ്പേ രക്ഷയുടെ പദ്ധതിയെല്ലാം ദൈവം കരുതി വെച്ചിരുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഇന്ന് പിടുത്തം വിട്ടെന്ത് ചെയ്യും? ദൈവമഹത്വത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകുന്നത്. മറ്റെപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യും? ദൈവത്തെ പിടിക്കണം, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും ആകുലചിന്തയാണ്, അയ്യോ ഞാൻ എന്ത് ചെയ്യും? പിന്നെ മനസ്സിലാക്കുന്നത് അവൻ എന്നെ പിടിച്ചിരിക്കുകയാണ്, അവനാണ് എന്നെ ലോകസ്ഥാപനം ക്രിസ്തുവിൽ മുൻ നിയമിച്ചിരിക്കുന്നു, അവനിലാണ് എന്നെ കണ്ടിരിക്കുന്നത്. ആ സുവിശേഷം നമ്മിൽ വ്യക്തികളിലൂടെ വന്നപ്പോൾ, ആ സുവിശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തികളിലൂടെ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവം തുറന്നപ്പോൾ നമുക്ക് കാഴ്ച കിട്ടിയപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി. ഞാൻ ചെളിയിലാണ്, കുഴഞ്ഞ ചേറ്റിലാണ്. അപ്പോഴാണ് മനസ്സിലായി ഞാൻ ചെളിയിലാണ്. അപ്പോൾ എനിക്കൊന്ന് റിപ്പൻറ്റൻസ് വന്നു, എനിക്ക് അനുതാപം വന്നു. ഞാൻ ആരെയാണ് വിശ്വസിച്ചു? ഞാനപ്പോൾ അവനെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തവനെ എനിക്ക് കണ്ണ് തുറന്നപ്പോൾ കണ്ടു, അവനെ ഞാൻ വിശ്വസിച്ചു. എന്താണ്? അവൻ എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. ആ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇനിയും വരുന്നുണ്ട് എന്നെ ചേർക്കുവാൻ. എന്തിന്? പാപം കൂടാതെ. അപ്പോൾ എന്നെ ഈ യാത്രയിൽ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടത്തി എന്നിലെ പാപങ്ങൾ, ഈ പാപത്തിൻ്റെ അവസ്ഥയിലും ദൈവം എന്നെ വിമോചനം തന്ന് ദിനംതോറും നടന്ന് സഭയെ ശുദ്ധവും നിർമ്മലമായി അവനെ നടത്തുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ കാത്തിരിക്കുന്നു, രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ക്രമമായിട്ട് എന്ത് ചെയ്യുന്നു? ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാറും? ഈ ഫുട്ബോൾ കളിയായാലും ഈ ഗോൾ പോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. എത്ര അടിച്ചിട്ടും ഗോൾ അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ആ പോസ്റ്റ് മാറ്റരുത്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നമ്മുടേതായ അജണ്ടകളൊന്നുമല്ല, ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ദൈവമാണ് കാലാകാലങ്ങളിൽ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്.
അല്ലെങ്കിൽ എന്ത് ചെയ്യും, 50% ഗോസ്പലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒന്ന്, രക്ഷയിൽ വന്ന കാര്യങ്ങൾ, രക്ഷണ്യ പദ്ധതിയിൽ വരുത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രക്ഷണ്യയിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? പുത്രൻ്റെ യാഗത്താൽ എന്ത് ചെയ്തു? പാപപരിഹാരം വരുത്തി ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, അല്ലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, അല്ലെ കൃപാസനത്തിൽ ആ രക്തം തളിച്ച് ജനത്തിൻ്റെ പാപത്തെ പരിഹാരം വരുത്തി ദൈവസന്നിധിയിൽ ദൈവം തൃപ്തിപ്പെടുത്തിയെങ്കിൽ, ആ യാഗം പരിപൂർണമായി തൃപ്തിപ്പെടുത്തി. അപ്പോൾ തന്നെ നോക്കുക, ആ യാഗ മൃഗത്തിന്മേൽ സകല പാപങ്ങളും ട്രാൻസ്ഫർ ചെയ്ത് ആ രക്തവുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നു. അപ്പോൾ തന്നെ ഒരു കൊലാട്ടുകോറ്റൻ എന്ത് ചെയ്യുന്നു? പുരോഹിതൻ പാപത്തെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് മരുഭൂമിയിലേക്ക് വിടുന്നുണ്ട്. അതായത് ആ ദേവാലയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പാളയത്തിന് പുറത്തേക്ക് പോകുന്നു, കുറ്റം മുഴുവൻ ചാർത്തിയിട്ട്. അപ്പോൾ കുറ്റബോധം എന്ത് ചെയ്യുന്നു? കുറ്റബോധം മാറ്റുന്നു. കൃപാസനത്തിൽ തളിക്കുന്ന രക്തം നമ്മളെ ഇത് നിരപ്പിക്കുന്നു. അപ്പോൾ ഇത് രക്ഷണീയ പദ്ധതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതറിഞ്ഞ് നാം ആരെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ രക്ഷകനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ യാത്രയിൽ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മെ നീതീകരിക്കുമെന്ന് പറഞ്ഞാൽ പുറമേ നമ്മൾ അകത്തൊന്നും ചെയ്യുന്നില്ല. പുറമേ നമ്മൾ എന്ത് ചെയ്തു? കുറ്റമറ്റവൻ, മനസ്സാക്ഷിയെ ശുദ്ധമാക്കുന്നു. മനസ്സാക്ഷിയെ ശുദ്ധമാക്കി ദൈവം എന്ത് ചെയ്യുന്നു? നമ്മൾ പുറകോട്ട് നിൽക്കുന്ന കുറ്റബോധത്തിലകപ്പെട്ട് ദൈവസന്നിധിയിൽ വരാൻ കഴിയാതെ അകന്ന് പാപികൾ ദൈവത്തിൽ നിന്നും അകന്ന് അധപ്പതനാവസ്ഥയിൽ മരിച്ചവരായ നാം എന്ത് ചെയ്യുന്നു? അവരെ വീണ്ടും ജനിപ്പിച്ച് അവരിൽ എന്ത് ചെയ്യുന്നു? ആ രക്തം ശുദ്ധീകരിച്ച് എന്താണ് നിരപ്പിക്കുന്നത്? നിരപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശാപത്തിലായിരുന്നവരെ, ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട് ഓഫ്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്നുപോയവരാണ്. എന്താണ് അനുഗ്രഹം? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ബന്ധം നിരപ്പിച്ച് ഒന്നാകുന്നതാണ് അനുഗ്രഹം. അതാണ് പറഞ്ഞത്, യഹോവയുടെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. എന്നോട് അകന്നിരുന്ന ദൈവം എന്നോട് എന്ത് ചെയ്തു? നമ്മുടെ മേൽ ജീവനെ തുറന്നു. സൂര്യൻ ശോഭിക്കുന്ന പോലെ ദൈവം നമ്മുടെ മേൽ അനുഗ്രഹമായിട്ട്, നമുക്കിപ്പോൾ ശാപമായിട്ടല്ല, അനുഗ്രഹമായിട്ട് നിൽക്കുകയാണ്. അതെവിടെയാണ്? കൃപാസനത്തിൽ തളിച്ച രക്തം ദൈവസന്നിധിയിൽ ദൈവത്തെ തൃപ്തിപ്പെടുത്തി. ആ യാഗം കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ആ കാര്യസ്ഥൻ വന്ന് എന്ത് ചെയ്യുന്നത്? എവിടെ വസിക്കുന്ന പറഞ്ഞേ? ഹല്ലേലൂയ. സകല അല്ലെങ്കിൽ ആ നാമം ആലയത്തിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷിയിൽ ഈ രക്തം തളിച്ച് നമ്മെ എന്ത് ചെയ്യുന്നു? ദുർമനസാക്ഷി നീങ്ങി നമ്മെ ശുദ്ധിയുള്ള മനസ്സാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മെ എന്ത് ചെയ്യുന്നു? ക്രിസ്തു എന്ന തലയോളം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവനീതി തൃപ്തിപ്പെടുത്തി, അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളതല്ല, അടുത്ത സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ യാത്രയിൽ ഈ പ്രതിസന്ധികൾ, നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട്. ഈ യാത്രയിൽ തന്നെ നമ്മിൽ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഏതാണ്? നമ്മുടെ ഗോൾ പോസ്റ്റ് ഏതാണ്? നിത്യതയിൽ എത്തിക്കുക, വിശുദ്ധരും നിഷ്കളങ്കരവുമായി എത്തിക്കുക. അതിനുവേണ്ടി റോമാലേഖനം 8:29-30 നമ്മൾ വായിക്കണമെന്നില്ല. അവൻ മുന്നറിഞ്ഞവരെ എങ്ങനെയാണ്? തേജസ്സിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് ഗോൾ പോസ്റ്റ്. അപ്പോൾ അതിൽ നമുക്കൊരിക്കലും ആ യാത്രയിൽ അങ്ങ് വരെ എത്തത്തില്ല. അതിനുവേണ്ടി ആരെ അയച്ചിട്ടുണ്ട്? കാര്യസ്ഥനുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ട്. കാര്യം ജീവനില്ലാത്ത ഒരു വ്യക്തിക്കും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജീവനുമായിട്ട് എന്ത് ചെയ്തു? ബന്ധിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിൽ നിറച്ചുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ ആ കൃപ കൊണ്ട് നമ്മെ എന്ത് ചെയ്യുന്നു? ഓരോ വ്യക്തികളെ നിറച്ച് ക്രിസ്തുവിൻ്റെ കൃപകളാൽ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? മറ്റ് വ്യക്തികളായിട്ട് എല്ലാവരെയും എന്ത് ചെയ്തു? നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാക്കുന്നു. എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? നിറച്ച് ഒരേ ശരീരമായി, പല അവയവങ്ങളാക്കി ഒരു ശരീരമായി നിലനിർത്തുന്നതാണ് കൂട്ടായ്മ. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയിലാണ് നാം ഓരോരുത്തരും. ഈ യാത്രയിൽ എന്ത് ചെയ്യും? ചില പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഇതെല്ലാം വരും. പക്ഷേ ഇത് കണ്ടിട്ട് ദൈവം എനിക്ക് അകന്ന് നിൽക്കുന്നു, ദൈവം എനിക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ചിന്തിക്കേണ്ട. നാം ഈ പ്രോസസ്സിലാണ്. ഒന്ന്, നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ്. ഇതെല്ലാമുണ്ട്. ഇതെല്ലാ പ്രതിസന്ധികളുള്ളപ്പോൾ പോലും ഈ കോളിങ്ങിൽ നമ്മൾ വെളിയിൽ പോകുന്നില്ല. അപ്പോൾ ഉറപ്പും ധൈര്യവും എങ്ങനെയാണ് വരുന്നത്? കർത്താവ് ഒരിക്കലും അവൻ വിട്ടുമാറുകയില്ല. അപ്പോൾ നമ്മൾ ഈ
ഈ പിന്നെ എവിടെയാണ് ദൈവവചന വ്യാഖ്യാനം പല 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 മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചില പ്രതിസന്ധി വരാം. എൻ്റെ അവസ്ഥ എങ്ങനെയായി, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ വിശ്വസിച്ച് ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ദൈവം എന്നെ തേസിലെത്തിക്കുന്നുള്ള ഉറപ്പ് നമുക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇടയ്ക്ക് ഞാൻ എന്തായി തീരുമെന്നുള്ളതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറയും, ഞാൻ എല്ലാ നാളും നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എത്ര നാളേക്കുമെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. പാപം മുഴുവൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇതെൻ്റെ പാപത്തെ ക്ഷമിക്കാൻ കർത്താവിന് കഴിയുമോ എന്ന് പറഞ്ഞ് സംശയിക്കേണ്ട കാര്യമില്ല. പാപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യുക, അനുതാപത്തിൽ വന്ന് ദൈവത്തോട് ഏറ്റുപറയുക. എത്ര പ്രാവശ്യം ഏറ്റുപറയണം, എത്ര പ്രാവശ്യം ചെയ്തോ അത്രയും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും എന്നുള്ള ഉറപ്പ് പ്രാപിച്ചോണം, ആ വിശ്വാസം പ്രാപിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്, എൻ്റെ പാപങ്ങളെ എത്ര ചെയ്താലും ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല എന്ന് കരുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വിശ്വാസം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. അപ്പം ആ രക്ഷാപദ്ധതി ഇതെല്ലാം തന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഒരു വാഹനത്തിലായാലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും കരുതിയിരിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ യാത്രയിൽ ദൈവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവനീതിയിൽ നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും. ദൈവനീതി എന്ന് പറയുമ്പോൾ നേരത്തെ ന്യായപ്രമാണമായിരുന്നു. ന്യായപ്രമാണം മുഖം വികൃതമാണെന്ന് ചെയ്യും, കാണിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ആരാ വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നാണ് പറഞ്ഞത്? ആത്മാവിനെതിരാ. ലോ മാറുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ന്യായപ്രമാണം എന്ത് ചെയ്ത് കുറ്റപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ, അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞത്, എന്താ, ജീവിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ന്യായപ്രമാണം ജീവൻ ആധാരമാകുമായിരുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന് 3-ാം അധ്യായം 21-ാം വാക്യം. അപ്പോൾ ജീവിപ്പിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മുഖം എന്ത് ചെയ്യുന്നു, വികൃതമാണെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴെന്താണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വിശ്വാസിയുടെ ഉള്ളിൽ ദൈവം ദാനമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തിലെ ഇപ്പം കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു പരിശുദ്ധാത്മ വരുന്നുണ്ട്, ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തും. അപ്പം നമ്മുടെ അവസ്ഥ എന്താണ്? നീതീകരിക്കപ്പെട്ടവൻ്റെ ഉള്ളിലും എന്താണ്, അവനിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ത്? കുറ്റമറ്റവൻ. പക്ഷേ നമ്മിലെ മാലിന്യം മാറ്റിയിട്ടില്ല. പഴയ സ്വഭാവങ്ങൾ അതേപടി നിൽക്കുകയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരു മാറ്റവും വരുത്താത്ത നിന്നിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വന്ന് ശുദ്ധമാക്കുന്ന പരിപാടി തുടങ്ങുക. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടേതായ തീരുമാനങ്ങൾ, നമ്മുടേതായ ചിന്താഗതികളൊക്കെ മാറി. അപ്പോൾ എന്താണ് നമ്മുടേതായ ചിന്താഗതി എന്ന് പറയുമ്പോൾ? എന്താണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ? എന്താണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ദുർനടപ്പ്, മൈക്കിനകത്ത് കൂടെ വായിക്കണമായിരുന്നു. ഓക്കെ. ശാഠ്യം, തൊന്നുപക്ഷം, ഭിന്നത, അസൂയ, ഇങ്ങനെ ഉള്ള സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവം മാറ്റിയോണ്ട്, അതായത് ഈ രക്ഷാപദ്ധതിയിൽ, കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് എന്നെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിയില്ലെങ്കിൽ എന്തു പറ്റുമെന്നാണ് പറഞ്ഞത്? ഈ ജഡം എന്നെ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ ജഡത്തിലാണ് നിൽക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഞാൻ ആരാണെന്നാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഏറ്റവും പ്രധാന ഉദ്ദേശം ആത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. എന്തിനാണ്? ജഡത്തിൽ നിന്നും. ജഡം ആത്മാവിന് എതിരാണ്. ന്യായപ്രമാണം എന്തായിരുന്നു? എതിരായിരുന്നു. ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനം വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അത് കുറ്റം മാത്രമേ കാണിക്കത്തുള്ളതേ ഉള്ളൂ. പക്ഷേ ആത്മാവ് എന്ത് ചെയ്യുന്നു? കുറ്റം കാണിക്കുക മാത്രമല്ല, അതിനെ നമ്മളെ കൺവിക്റ്റ് ചെയ്ത് അതിനെ ജയിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കത്തക്ക പോലെ ജീവനോടെ തരികയാണ്. നമ്മളോട് കരുണയുള്ള, നമ്മളെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ രക്ഷായാത്രയിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമുക്കുള്ള സഹായം എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ? ഞാൻ ഒറ്റയാണെന്ന് പറഞ്ഞ് ദൈവം കരഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ എന്നെ ആര് രക്ഷിക്കും? ഇതെല്ലാം രക്ഷാപദ്ധതിയിൽ ഒന്നാമത്തെ വരവിൽ എല്ലാം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടും അനേകർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോഴും രണ്ടാം വരവിന് വേണ്ടി എന്ത് ചെയ്യും? പാപം കൂടാതെ അവൻ വരുന്നുണ്ട്. ഇനിയുള്ള വരവിന് വ്യത്യാസമുണ്ട്. ഇനിയുള്ള വരവെന്ന് പറഞ്ഞപ്പം പാപത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു വരവാണ്.
പാപം കൂടാതാണ്. ഇനിയും പാപികൾക്ക് വേണ്ടിയല്ല വരുന്നത്. തന്നെ കാത്തിരുന്ന ഈ വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെട്ടത്? അവരാണ് എന്ത് ചെയ്യുന്നത്? അവരെ കൊണ്ടുപോകാനാണ് വരുന്നത്. അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ, എലക്റ്റഡ്. അപ്പോൾ അവരെ കൊണ്ടുപോകാനാണ് വരുന്നത്. നമുക്ക് മറ്റു വചനങ്ങൾ നല്ല നമുക്ക് എന്ത് ചെയ്തു? അത് വ്യക്തമായിട്ട് മനസ്സിലായി വരുന്നു. ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുക? അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അവരെ കൊണ്ട് അവരെന്ത് ചെയ്യും? കാഹളം ധ്വനിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നത്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യും? ആത്മാവ് നിയന്ത്രണമില്ല, ഒരു ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വരുത്തിയിട്ടില്ല, ഒരു മാറ്റവും ഇല്ല. വന്നു എങ്ങനെയോ വന്നു, എന്ന് വന്നു, 1974 അല്ല 75 അല്ലെങ്കിൽ 80, ഇതൊന്നും ഒരു ഡേറ്റ് ഒന്നുമില്ല. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? രക്ഷാപദ്ധതി എന്താണെന്ന് നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല, എന്നാൽ കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? അതായത് ഒരു സാധാ ലെവലിൽ പറ്റുകയില്ല. നമ്മളെ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നുവെന്ന് നമുക്ക് ഏറെക്കുറെ അറിയാം. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളുണ്ടോ? ആത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മിലുണ്ടോ? അപ്പോൾ ഇല്ല എന്ന് വരുമ്പോൾ നമ്മൾ കുറ്റബോധത്തിലേക്ക് പോകേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയും, പുറകോട്ട് പോകണ്ട, കാര്യം മനസ്സിലാക്കിയാൽ മതി, ഞാൻ സഹായിക്കാം. കുറ്റബോധം വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കുറ്റബോധം വരാത്തത് പറഞ്ഞാൽ നമ്മുടെ സ്വയനീതി വന്നു കഴിഞ്ഞാൽ കുറ്റബോധം വരത്തില്ല. കാര്യം ഇപ്പം സഹോദരൻ നിസ്സാര എന്ന് പറയരുത്, അല്ലെ മൂട എന്ന് പറയരുത്, കോപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ ഇതിനെ എന്താണ്? വലിയ ശിക്ഷയാണ്. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കും ന്യായോദ്യോഗസ്ഥയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? നമ്മൾ മാത്രമല്ല, മെസ്സേജ് പറയുന്നവരെല്ലാം ചെയ്യുന്ന ഒരു പൊതുബോധം ഉണ്ടാക്കിയത്, ഇത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. അപ്പോൾ എന്ത് ചെയ്തു? ദൈവനീതിയുടെ ആ മൂല്യത്തെ നമ്മൾ കുറച്ചിട്ട് നമ്മുടേതായ എന്ത് ചെയ്തു? മൂല്യവും പൊതുനീതിയും വെച്ചെന്ത് ചെയ്തു? അതിനെ നിസ്സാരവൽക്കരിച്ചു. അപ്പോൾ നിസ്സാരവൽക്കരിച്ച് കഴിയുമ്പം കുറ്റബോധത്തിലേക്ക് പോകത്തില്ല. കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തെറ്റെന്ന് തോന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രവാർത്ത കണ്ടില്ലേ? ജ്യൂസ് കുടിപ്പിച്ച് ഒരുത്തനെ കൊന്നു കഴിഞ്ഞിട്ട് ആ ഭാര്യയോട് ചോദിക്കുകയാണ്, ഇപ്പോഴും കുറ്റം ചെയ്തെന്ന് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തെളിവെല്ലാം വെച്ച് കുറ്റം ആണെന്ന് സമ്മതിപ്പിച്ചെങ്കിലും അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു പോയി. അപ്പോൾ എന്തുകൊണ്ടാണ്? സമ്മതിക്കുമായിരുന്നു? ഇല്ല, തെളിവുകളെല്ലാം വെച്ച് നിരത്തി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നിയമം തെറ്റാണെന്ന് വരുത്താൻ വേണ്ടി എന്തും വേണ്ടി വാദം തർക്കങ്ങളൊക്കെ നടന്നു. ഒരു വ്യക്തിയും ഒരു കാരണവശാലും തെറ്റ് സമ്മതിക്കത്തില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ പാപിയാണ്, ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ഏറ്റു പറഞ്ഞു, യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കുന്നത് കഴിഞ്ഞു, ദൈവവേദലായി, ഞാൻ വിശുദ്ധനാണ് എന്ന് പറയുന്നത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? വസിക്കുന്നുണ്ട്. നമ്മൾ മെച്ചമായിട്ടല്ല, നമ്മൾ പിന്നെ ഈ പ്രോസസ്സിലാണ്. ഏത്? ദൈവാത്മാവിനോട് സഹകരിച്ച് ദിനംതോറും ഈ ആത്മാവിന് കീഴ്പ്പെട്ട് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നെങ്കിൽ മാത്രമേ ദൈവമക്കളാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ലക്ഷ്യത്തിലെത്തത്തില്ല. അതുകൊണ്ട് പുറകോട്ട് പോകരുത്, കാര്യങ്ങൾ മനസ്സിലാക്കുക. പിശാചപ്പുറത്ത് പറയും, കുറ്റം നീ പോകത്തില്ല, നീയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി നമ്മളെ കണ്ടം ചെയ്ത് എന്ത് ചെയ്യും? പുറമോട്ട് കൊണ്ടുപോകും. എങ്ങോട്ട്? നിനക്കൊന്നും പറ്റിയ പണിയല്ല, നിൻ്റെ ഈ ജീവിതമൊന്നും മാറത്തില്ല, നിനക്കിൻ്റെ എൻ്റെ എല്ലാം പോയി ക്ലോസ് ചെയ്ത് നമ്മളെ തകർക്കുന്നതാണ് പിശാച് അക്യൂസ് ചെയ്യുന്നത്. അത് നമ്മളെ എന്ത് ചെയ്യാണ്? തകർത്ത് കൊണ്ടുപോകും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും എന്ത് ചെയ്തില്ല. ഇനി എന്താന്ന് പറഞ്ഞാലും എന്ത് ചെയ്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് എന്ത് ചെയ്യുന്നില്ല? നിന്നെ എനിക്ക് വേണ്ടാന്ന് പറയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, തള്ളിക്കളയത്തില്ല. ഒരു നാളും ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞേക്കുന്നത്? കർത്താവ് പറഞ്ഞേക്കുന്നത്. ആ കർത്താവ് പറഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ അയക്കുന്നു. ആ കാര്യസ്ഥന് ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കർത്താവിനോട് എന്ത് ചെയ്യും? ആ യാഗത്തോട് ആ രക്തം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ആ രക്തം ശുദ്ധീകരിച്ച് ആ ദുർമനസാക്ഷി നീക്കുന്ന പരിപാടി ആരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പക്ഷേ വിശ്വസിക്കണം, ആ വിശ്വാസം ദാനമായി കിട്ടിയവരാണ് ഈ ലോകത്തെ ജയിക്കുന്നത്, ഈ പ്രതിസന്ധിയെ ജയിക്കുന്നവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിൽ തെറ്റിക്കുന്ന മറ്റൊന്നിലേക്കും പോകരുത്, ചിന്തിക്കരുത്, ഗോൾ പോസ്റ്റ് മാറ്റാൻ ശ്രമിക്കരുത്. മാറ്റിയാൽ വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. അതിനർത്ഥം കുറ്റബോധം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളുണ്ടാക്കിയ നീതി ഇപ്പോൾ ഒരു കാര്യത്തിലാണ്. ഇപ്പോൾ കൊല ചെയ്യരുത്. ആ കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ് അതിൻ്റെ നീതി? നിസ്സാര എന്ന് പറഞ്ഞാൽ ഒരു വാക്കുമതി കൊലയിലേക്ക് നയിക്കാം. മൂട എന്ന് പറഞ്ഞൊരു വാക്കുമതി എന്തു ചെയ്യാം? ആ ഹൃദയത്തിൽ
പ്രശ്നമുണ്ടാക്കി പിന്നീട് വലിയ കാടായിട്ട് മാറുന്നത്. അപ്പോൾ ദൈവം നോക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തു ചെയ്യണം? ഈ നമ്മൾ നോക്കുന്നത് എന്താണ്? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ, 50 കുത്തി, പക്ഷേ ചത്തില്ല, കൊലപാതകമല്ല. പക്ഷെ ദൈവം നോക്കുന്നത് ഹൃദയത്തിൽ എന്താ പറയുക, സഹോദരനെ പകയ്ക്കുന്നവൻ ആരെന്നാ പറഞ്ഞത്? അത് നമുക്കത് വലുതായിട്ട് തോന്നില്ല. എന്താ കാര്യം പറഞ്ഞാൽ നമ്മൾ ആ ദൈവനീതിയെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലെ കുറ്റബോധം വരുമോ? അപ്പോൾ കുറ്റബോധം വരുന്നത് എന്തുകൊണ്ടാണ്? തെറ്റ് മൈന്യൂട്ട്. ഇപ്പോൾ കർത്താവിനോട് കൂടുതൽ അടുക്കും തോറും എന്ത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പാപം വലുതായിട്ട് തോന്നുന്നത് പറഞ്ഞാൽ ഈ ദൈവനീതിയെ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നീതിയിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിച്ചുകൊണ്ട്, അപ്പോൾ നീതിയിലേക്ക് നയിക്കുമ്പോൾ കുറ്റബോധം വരുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ കുറ്റമുണ്ടോ ജീവിതത്തിൽ? എപ്പോഴെങ്കിലും കുറ്റത്തിൻ്റെ അല്ലെ കുറ്റബോധത്തിൻ്റെ വല്ല ചിന്തകളുണ്ടോ എന്ന് പറയുകയാണ്. എനിക്കിപ്പോൾ ഒരു കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോഷ്കാണ്. എന്താ കാര്യം? എന്നാൽ ആൾ ശരിയായിട്ടില്ല, ഇതുവരെ ജീവിതത്തിൽ തെറ്റുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതിയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ഉണ്ടാവും. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവനീതി എന്ത് ചെയ്യണം? നമ്മളത് മാറ്റിയിട്ട് നമ്മുടെ നീതി എന്തു ചെയ്യും? അങ്ങോട്ട് പകരമായിട്ട് വെക്കും. അപ്പോൾ എൻ്റെ നീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ പൊതുവായൊരു നീതി അങ്ങോട്ട് വെക്കും. ഞാനതുകൊണ്ട് വലിയ തെറ്റ് ചെയ്തോ, ഞാനിത് ഒരു നിസാര മൂടാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ആർക്ക് പോകാൻ പറ്റും, ഇങ്ങനെ എല്ലാം വെച്ച് പൊതുവായിട്ട് എന്ത് ചെയ്യും? അതിനെ മാറ്റും. അതുകൊണ്ടല്ലേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പനെയോ അമ്മയോ പ്രാകുന്നവരെന്ത് ചെയ്യണം? മരണശിക്ഷ അനുഭവിക്കണം. പക്ഷേ അവരെന്ത് ചെയ്തു? അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യും? വഴിപാട് എന്ത് ചെയ്താൽ മതി, അതിന് പകരം പറയുക ഫീസ് അടച്ച് അല്ലെങ്കിൽ ഒരു വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവനീതി എന്ത് ചെയ്തു? മാറ്റി അതിൻ്റെ ശക്തി എന്ത് ചെയ്തു? കെടുത്തിക്കളഞ്ഞു. അപ്പം നിങ്ങൾ ദൈവവചനത്തെ എന്ത് ചെയ്തു? നിങ്ങളുടെ ഉപദേശം കൊണ്ട് അതിനെ മിക്സ് ചെയ്ത് എന്ത് ചെയ്തു? വെള്ളം ചേർത്ത് ദൈവശക്തി എന്ത് ചെയ്തു? കെടുത്തിക്കളഞ്ഞു. അപ്പം ഇങ്ങനെ എത്ര വചനങ്ങൾ ഒരു വാക്യത്തിൽ ഇത്രയും കർത്താവ് ഡെപ്തിപ്പോയെങ്കിൽ ഈ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയുടെ ആഴം അതിഭയങ്കരമാണ്. അതിനെയാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. നമ്മൾ ചിന്തിക്കുന്ന ലോകമല്ല ദൈവത്തിൻ്റേതായ ലോകം, ദൈവത്തിൻ്റേതായ നീതി. ദൈവത്തിൻ്റെ നീതി ഒരു വാക്യത്തിൽ, ഇപ്പം ഹൃദയത്തിൽ ഇപ്പോൾ വ്യഭിചാരം ചെയ്യരുത്, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ അത് ഹൃദയത്തിൽ ചെയ്തു കഴിഞ്ഞു ദൈവസന്നിധിയിൽ. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മളെല്ലാവരെയും നമ്മൾ ഈ പറഞ്ഞ പൊതുബോധം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ആരും ഈ വിഷയം മെസ്സേജ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യത്തില്ല, ഇതിനകത്ത് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഒരുവൻ നല്ലതായാലും തീയതായാലും അവൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാകേണ്ടത് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിപ്പീൻ. കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കും ന്യായദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എനിക്കൊന്ന് മത്തായി 12:36 തോന്നുന്നു. അപ്പോൾ ഈ നിസാര വാക്കിനും അപ്പോൾ നമ്മൾ പറയുക എന്തൊക്കെ അങ്ങനെ വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ പറയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് കണക്കിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധം എന്താ പറയുന്നത്? നമ്മുടെ നീതിബോധം എന്താ പറയുന്നത്? അതൊന്നും വലിയ കാര്യമല്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ അത് കാര്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ആ ദൈവനീതി, കർത്താവെ ഞാൻ സറണ്ടർ ചെയ്യുന്നു, ഞാൻ സമർപ്പിക്കുന്നു. ദൈവനീതി എന്താണ് ഇതിൽ? ഈ വിഷയത്തിൽ ദൈവനീതി എന്താണ്? എൻ്റെ വാക്കിൽ ഞാൻ ആയവരെന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അശ്രദ്ധമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പിറുപിറുക്കുന്നുണ്ട്, ഇതൊക്കെ ദൈവം കണക്കിടുന്നു എന്ന് ജഡ്ജിയാണ് പറയുന്നത്, അവനാണ് ന്യായം വിധിക്കുന്നത്. ആ ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയവും ദൈവനീതി അറിയാവുന്ന കർത്താവിന് വിധിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്ക് നമ്മൾ പറയും വെറുതെ പറയുന്നതാണ്. നിസ്സാര വാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10 എന്താ പറയുന്നത്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അവൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പം എന്താണ്? അപ്പോൾ ദൈവനീതി, മനുഷ്യനീതി മാറ്റി ദൈവനീതി നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം. ഈ തന്നിരിക്കുന്നതെല്ലാം ഓരോ വാക്യത്തിനും കർത്താവ് ചില വാക്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വ്യാഖ്യാനപ്പെടുത്തിയിട്ടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രമാണം തന്നിരിക്കുന്നത്, അതുകൊണ്ട് കാരണം നിങ്ങൾക്കിപ്പം വഹിപ്പാൻ കഴിയത്തില്ല, മറ്റൊരു കാര്യത്തിന് അയക്കുന്നുണ്ട്, അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. പക്ഷേ അവിടെ നമ്മുടെ സ്വയനീതി നിന്ന് കഴിഞ്ഞാലോ, അപ്പം വലിയ ശുദ്ധീകരണം നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം തിരുമേശ ഓർപ്പിക്കുന്നത് തന്നെയാണ്. നാം ഒരേ ശരീരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തുവിൻ തലയോളം വളരുകയാണ്. അപ്പോൾ ദൈവനീതിയിൽ, നമ്മുടെ നീതിയിൽ നിന്നും ദൈവനീതിയിലേക്ക് മാറ്റി ദൈവനീതി ഉയർത്തപ്പെട്ടിരിക്കുന്നു. നമ്മളുണ്ടാക്കിയത്, നമ്മുടെ സഭയുണ്ടാക്കിയതായ നീതിക്ക് അപ്പുറമാണ് ദൈവനീതി. ഇതാർക്കും അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനും അനുസരിക്കാൻ കഴിയാത്ത നീതിയാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ അവിടെ വരുമ്പോഴാണ് നമ്മുടെ സ്വയനീതി തകരുന്നത്. എനിക്ക് പോകാൻ കഴിയത്തില്ല, പക്ഷേ നീതിയെ ബോധ്യപ്പെട്ടേ പറ്റൂ. എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? ദൈവം അത്രയ്ക്ക് ഉയരത്തിലാണ് ദൈവനീതി വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് അനുസരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ മുമ്പ് നമ്മളെന്താണ് പറയുന്നത്? കുഴപ്പമില്ല, 3 ദിവസം ഉപവാസം ഇരുന്നാൽ മതി. എന്തുകൊണ്ടാണ് ലീഗലിസം എന്ന് പറയുന്നത്? നിയമവാദം. ഈ ദൈവനീതിയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ പറയുകയാണ് ഇപ്പം ഇതുപോലെ വെള്ളം ഇട്ടാൽ മതി. അതായത് യഥാർത്ഥ മൂല്യത്തെ പറയത്തില്ല, പകരം എന്ത് ചെയ്യും? മനുഷ്യർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. 3 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഉപവാസം വരും, ദൈവം എല്ലാത്തിനും വിടുതലാണ്, ദൈവം എല്ലാം ക്ലിയറാണ്. എന്നുവെച്ചാൽ ഈ ദൈവനീതി അല്ലെങ്കിൽ ദൈവപ്രമാണത്തെ അവഗണിച്ചിട്ട് മറ്റെന്തെങ്കിലും ചെയ്യുക. വെള്ള ഇടണം കേട്ടോ, കറുത്ത മാസ്ക് മാറ്റിയിട്ട് വെള്ള മാസ്ക് ഇടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ഈ ദൈവം പറയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞ് അതാണ് ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മളോട് വെച്ചിരിക്കും. ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ, ദൈവാസം പറഞ്ഞിട്ട് ഇപ്പോൾ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന നീതി എന്താണ്? ഈ ഒരു കാര്യത്തിൽ ഓരോ വ്യാഖ്യാനം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നു, നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഒരിക്കലും അനുസരിക്കാൻ കഴിയാത്ത നീതിയാണ്. ആ നീതി മനസ്സിലാക്കി എപ്പോഴും ഒരു തകർന്ന ഹൃദയത്തോടെ എവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? ഞാനിതിനെ ജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, ജയിക്കാൻ കഴിയത്തില്ല. കാര്യം അത്ര ഡെപ്താണ് ദൈവനീതി. അത് കഴിയാത്തതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തേ? ക്രൂശിൽ നമ്മെ തൃപ്തിപ്പെടുത്തി, ദൈവസന്നിധി തൃപ്തിപ്പെടുത്തി. പക്ഷേ ആ തൃപ്തിപ്പെടുത്തി എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ അവനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഏറ്റവും പ്രധാന ആരാധന എവിടെയാണ്? അവൻ്റെ ആ ദൈവനീതിയുടെ മുമ്പിൽ ഞാൻ തകരുമ്പോഴാണ്. എൻ്റെ ഹൃദയം തകർന്നു, ഹൃദയപരിച്ഛേദന ഉണ്ടായി എൻ്റെ ഹൃദയത്തിൽ. ഞാൻ നഷ്ടപ്പെട്ടവനാണ് കർത്താവേ, എന്നെ നീ മാത്രമേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇപ്പോഴും ആ യാഗത്തിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇപ്പോഴും യാതൊരു യോഗ്യതയുമില്ല. കർത്താവ് വരുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സ്വയനീതിയിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല അവൻ്റെ മുമ്പിൽ. അപ്പോഴും എൻ്റെ ഹൃദയത്തിലെ വിലാപം എന്താണ്? എനിക്ക് അപ്പുറത്തൊരു വ്യക്തിയെ എനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. കാര്യം എൻ്റെ കാര്യം ക്ലിയറായിട്ട് വേണ്ടേ? അതുകൊണ്ടാണ് വിശുദ്ധ തന്നെത്താൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? അഴുക്കുള്ളവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? അത് എന്തെങ്കിലും ചെയ്തോട്ട്, പക്ഷെ നിന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? നമ്മെ സഹായിക്കുന്നു, നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നു, നമ്മെ ബോധ്യപ്പെടുന്നു ദൈവനീതി. അപ്പോൾ ദൈവനീതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുറ്റം വരുമ്പോൾ എന്ത് ചെയ്യും? കർത്താവെ ഞാൻ അനുദപിക്കുന്നു. കുറ്റം വരുമെന്ന് പറഞ്ഞാൽ പനി വരുമ്പോഴല്ലേ മനസ്സിലായി എന്തോ ഇൻസൈഡ് വേറെ പ്രശ്നമാണ്. കുറ്റം വരുമ്പോൾ ഓർക്കുക ദൈവനീതിയെ ലംഘിച്ചു. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? എനിക്ക് കുറ്റം വരും, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ഞാൻ അനുദപിച്ചുകൊണ്ടിരിക്കുന്നു. അനുദപിക്കുമ്പോൾ ഞാൻ ഏറ്റുപറയുമ്പോൾ പാപക്ഷമ എനിക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു, അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ജീവിതത്തിൽ പലതും വരുമ്പോഴെന്ത് ചെയ്യും? പാപക്ഷമ തന്നിരിക്കുക. അതുകൊണ്ടാണ് യാഗമൃഗത്തെ ഒന്നിനെ എന്ത് ചെയ്ത് അകറ്റിയിരിക്കുന്നു. പെന്തക്കോസ്ത് തിയോളജി വെച്ച് ഈ യാഗമൃഗത്തെ അകറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ പിന്നെ മരുഭൂമി വിട്ട് കഴിഞ്ഞ് മൃഗങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? കടിച്ചു കീറുന്നു. അത് സാത്താനാണ് കടിച്ചു കീറുന്നത്. അങ്ങനെ സാത്താനങ്ങ് തൃപ്തിപ്പെടുത്താൻ കൊടുത്തെന്നാണ്. അപ്പോൾ അതായത് ദൈവസന്നിധിയിൽ സാത്താനെ തൃപ്തിപ്പെടുത്തും. കാര്യം മറുവിലെ ആർക്ക് കൊടുത്തെന്നാ? സാത്താനെ കൊടുത്തു. അങ്ങനെ തിയോളജി നമ്മളതിനേക്ക് ഒന്നും പോകുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മിൽ നിന്നും കുറ്റബോധത്തെ എന്ത് ചെയ്യുന്നു? മാറ്റിയിരിക്കുകയാണ്. കിഴക്കും പടിഞ്ഞാറും മാറിയിരിക്കുന്നല്ലോ എന്നിൽ നിന്നും പാപത്തെ എന്ത് ചെയ്തു? മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മൾ ജീവിതം നടന്നുകൊണ്ടിരിക്കുക, ദിനംതോറും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവനീതിയെ കാണുമ്പോൾ ഞാൻ തകരുന്നു, ഞാൻ അനുദപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഏറ്റുപറയുന്നു. കർത്താവേ, അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അത് തെറ്റാണ്, നിൻ്റെ നീതിയുടെ മുമ്പ് ഞാൻ തെറ്റുകാരനാണ്. ഇതിന് പകരം ഈ ഒരു പ്രോസസ്സിലൂടെ എത്ര നാൾ പോകണം? അന്ത്യം വരെ പോകണം. അവരെ കാത്തിരിക്കുന്ന ആരെയാണ്? ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്നും, ഈ താഴ്ച ശരീരത്തിൽ നിന്നും ഒരു ഞരക്കത്തോടാണ് നോക്കുന്നത്. കർത്താവേ, നീ വന്നെങ്കിൽ എനിക്ക് രക്ഷയുള്ളൂ. ഞാൻ തകർന്നിരിക്കുക, നിൻ്റെ യാഗത്താലാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ശതമാനം എൻ്റെ ജയം എനിക്ക് അവകാശപ്പെടാനില്ല. കാര്യം ദൈവനീതി അത്ര ഉയരത്തിലാണ്. അപ്പോൾ എന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ആ രക്തം എന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ നീതി എന്നെ വരുത്തുന്നു. കുറ്റം ഉണ്ടാവുന്നു, കുറ്റബോധം ഉണ്ടാവുന്നു, കുറ്റം തന്നെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുന്നു? അനുദപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു. ഇത് ക്ഷമിക്കുന്ന പറഞ്ഞേക്കുന്നത്.
പാപമോചനം തന്നിരിക്കുകയാണ്. അവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരു 4 ദിവസം കഴിഞ്ഞിരുന്നു ക്ഷമിക്കുന്നത്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഏതിൻ്റെ പരിഹാരം ഓൾറെഡി വരുത്തിയിരിക്കുകയാണ്. പരിഹാരം ഓൾറെഡി വരുത്തിയിരിക്കുക. ഇനി എനിക്ക് എങ്ങനെയും ജീവിക്കുക എന്നുള്ളത് 50% ഗോസ്പലാണ്. ഈ പരിഹാരം എന്താണെന്ന് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. അനുതാപം അവസാനം വരെയുണ്ട്. ഹൃദയ തകർച്ചയോടെ അനുതാപത്തോടെ ഈ യാത്ര നടത്തുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ നന്ദി പറയും, ദൈവത്തിന് സ്തുതിക്കുകയാണ്. അത് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മെ നിരപ്പിക്കുന്നു, ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ ആ ചിന്തിച്ച വാക്കുകളെ ചിന്തിക്കുക. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. ഇബ്രായലേഖനം 9:26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ സമാനം. അല്ലെങ്കിൽ ദേവാലയത്തിൽ പണ്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ വെളിയിൽ എല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഈ പുരോഹിതൻ തിരിച്ചു വരുമോ? കാര്യം എൻ്റെ പാപങ്ങളെ ചുമത്തിയാണ് പോയിരിക്കുന്നത്. ചിലപ്പോൾ പുരോഹിതൻ തിരിച്ചു വരാതിരിക്കാം. തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ആ ആലയത്തിൽ തേജസ് കൊണ്ട് നിറയുന്ന അനുഭവങ്ങളുണ്ടാവുന്നത്. അപ്പം എന്ന് വെച്ചാൽ തിരിച്ചു വന്നെങ്കിൽ എൻ്റെ പാപത്തിന് പരിഹാരമായിരിക്കുന്നു, കംപ്ലീറ്റ്. അങ്ങനെ പറയുമ്പോൾ മഹത്വത്തിലായി. അപ്പം തേജസ് എല്ലാവരിലേക്കും പരന്നതുപോലെ ഈ തന്നെ കാത്തിരിക്കുന്നവരെല്ലാവരും പോയവനെ പോലായിരിക്കും. ആ പോയവൻ തേജസ്സിലാണ് വെളിപ്പെടുന്നതെങ്കിൽ എല്ലാവരും തേജസ്സിലേക്കാണ്. എല്ലാവരും, കാര്യം എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. കംപ്ലീറ്റ് ആണ്, ദൈവസന്നിധി തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ എല്ലാവരും അവനെ കാത്തിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്തു? അപ്പം ജീവിതാവസാനം 30 വർഷം ഈ ദൈവനീതിയുടെ മുമ്പിൽ തകർന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ ദൈവനീതിയുടെ മുമ്പിൽ ഞാൻ തകർന്നവനായിട്ട് എനിക്ക് ഒരു സെക്കൻഡ് നേരത്തേലും എൻ്റെ സ്വയനീതിയിൽ എനിക്ക് ദൈവത്തിൽ ഞാൻ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. എന്താണ്? എപ്പോഴും തകർച്ചയാണ്. കാര്യം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ സ്വയനീതിയിലായിരിക്കും. അപ്പോൾ സ്വയനീതിക്കാർക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. അവർക്ക് രക്ഷകനെ ആവശ്യമില്ല. അതിന് പകരം അവർക്ക് എന്ത് ചെയ്യാം? ചില കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതായത് ദൈവനീതിയുടെ മുമ്പിൽ എൻ്റെ ഹൃദയം തകരാതെ ഞാൻ ചിലതൊക്കെ ചെയ്ത്, ഞാൻ ചിലതൊക്കെ പ്രവർത്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വെറുതെ എന്ത് ചെയ്യുന്നു? സമയം വേസ്റ്റ് ചെയ്യുകയാണ്. അവർ ദൈവത്തിനെ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കൂട്ടത്തിലുള്ളവരാരും ദൈവം നമ്മളെ ക്രമേണ എന്ത് ചെയ്യുന്നു? വിടിവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നല്ലൊരു രക്ഷകനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. നമുക്ക് ആ കർത്താവിൻ്റെ ദൈവനീതിയുടെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട്ട് എത്രത്തോളം ബന്ധം നമുക്കുണ്ടായിരിക്കണം. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇപ്പോഴും ദേഷ്യം ശരീരത്തിലൂടെ പെട്ടെന്ന് എന്ത് ചെയ്യും? വരാമെന്ന് പറഞ്ഞതിന് അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവിന് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? എന്നിലെ ജഡത്തിൻ്റേതായ പ്രവൃത്തികൾ വരുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ ഇനി ദേഷ്യപ്പെടാതിരുന്നു എന്നും കരുതി എൻ്റെ സ്വയത്തിലൊന്നും ഒരിക്കലും കഴിയത്തില്ല. അത് അബദ്ധമാണ്, മണ്ടത്തരമാണ്. ചില ഏരിയയിലൊക്കെ പറ്റുമായിരിക്കും, ബുദ്ധിപരമായിട്ടൊക്കെ നിന്ന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? മൊത്തം പോയതായിരിക്കും. അതുകൊണ്ട് സ്വയനീതിയിലൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ കഴിയത്തില്ല. അതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം തുന്നൊന്നും പാടിയതാണ്. നമ്മൾ വിചാരിച്ച് എല്ലാം ക്ലിയറാണെന്ന് വിചാരിച്ച് ഇരുന്ന സമയത്തൊക്കെ എല്ലാം തോറ്റു പോയിട്ടുണ്ട്, വലിച്ചു കീറിയിട്ടുണ്ട്. അങ്ങനെ തകർന്നവരാണ്. അതുകൊണ്ട് സ്വയനീതിയിൽ ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? ജഡത്തിൽ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ്? ഒന്ന്, ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനം തരുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമ്മളെന്ത് ചെയ്തു? ആൻറ്റിലോ അല്ലെങ്കിൽ ആൻറ്റിനൊമീനിയൻ. എനിക്കിനി പ്രമാണം ആവശ്യമില്ല. പ്രമാണം ആവശ്യമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമില്ല. എന്താണ് ന്യായപ്രമാണം ചെയ്തുകൊണ്ടിരുന്നത്? കുറ്റം കാണിക്കും, വിടുതലില്ല, മുഖം വിരൂപമാണെന്ന് കാണിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? വിരൂപമാണെന്ന് കാണിക്കും, നമുക്കതിനെ ജീവനിലേക്ക് നയിക്കും, ആശ്വസിപ്പിച്ച് എന്ത് ചെയ്യും? നമുക്കതിന് ബലവും ജീവനോട് തരും. അപ്പം അവനിലാണ് നമുക്ക് ജീവൻ. അവൻ നമ്മിലുണ്ടെങ്കിൽ എന്ത് ചെയ്തു? നമ്മുടെ രക്ഷാപദ്ധതി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സഹായകനാണ്.
അവൻ എവിടെ നിന്നാണ് വന്നത്? സ്വർഗത്തിൽ നിന്നാണ് വന്നത്. അവൻ എവിടെ എപ്പോൾ വന്നിരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ. അവൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്വർഗത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഉറപ്പിക്കാനോ ഇവിടെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാനോ അവൻ എന്ത് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ല. അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് പോകുന്ന രീതികളും പല രീതികളും ഭാവങ്ങളൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഓർത്താൽ മതി, അത് എവിടുന്നാണ് വന്നത്? പാതാളത്തിൽ നിന്നാണ് വന്നത്. ഭൂമിയിലുള്ളവൻ എന്ത് ചെയ്യുന്നു? ഭൗമികമായി സംസാരിക്കുന്നു. ഉയരത്തിൽ നിന്ന് വന്നവൻ എന്താ സംസാരിക്കുന്നത്? ഉയരത്തിലെ കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ ഏത് ആത്മാവാണെന്ന് വിവേചിക്കുക. അപ്പോൾ ആത്മാക്കളുടെ വിവേചനപരം എന്ത് ചെയ്യണം? ഉണ്ടാവണം. അപ്പോൾ ഈ യാത്രയിൽ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങൾ വരും. എല്ലാം ഒന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. ഹല്ലേലൂയ. അപ്പം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിപ്പോൾ തിരുമേശ മുമ്പിൽ ആയിരിക്കുന്നു. അവൻ്റെ പ്രാഗൽഭ്യത്തിൽ, അവൻ്റെ നീതിയുടെ മുമ്പിൽ നാം തകർന്നവരായി ഇന്ന് ഈ തിരുമേശയോട് അടുക്കുവാൻ ഓർപ്പിക്കുന്ന ദൈവനീതിയുടെ മുമ്പിൽ ആർക്കും നിലനിൽക്കാൻ കഴിയത്തില്ല. ദൈവ നീതി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ്. ആ പരിശുദ്ധ സ്വഭാവമാണ് കർത്താവിനുള്ളത്. ആ കർത്താവാണ് പറഞ്ഞ്, ഞാൻ വിശുദ്ധരായിരിക്കുക, നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പോൾ ആ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന സ്ഥലം അവൻ്റെ സ്ഥലമാണ്. അവൻ്റെ വിശുദ്ധി നമ്മെ ഇപ്പോൾ തന്നെ നമ്മളെ കാണിക്കും. ആ നീതിയുടെ മുമ്പിൽ നാം തകർന്ന് നമ്മൾ തന്നെ എങ്ങനെ സമർപ്പിക്കും? അവൻ്റെ മുമ്പാകെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നിൽ അവൻ്റെ ഹിതം അവൻ പ്രവർത്തിക്കാതെ ചിന്തിക്കാതെ എനിക്കൊന്നും കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിഞ്ഞവരായി, ആ നീതി അറിഞ്ഞവരായി അവൻ്റെ തകർന്ന ഹൃദയത്തോടെ ഞാനല്ല ഇനി ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് മാറുക. അതായത് ക്രിസ്തു എനിക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു മാത്രമല്ല, അവൻ ഒരിക്കൽ മരിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, അവൻ എന്നിൽ ജീവിക്കാൻ വേണ്ടിയാണ് വന്നത്. അവനാണ് എന്നെ ജീവിക്കേണ്ടത്. നമുക്കിവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. കാര്യം എനിക്ക് ജീവിച്ചിട്ട് ഒന്നും എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എനിക്ക് തന്നിരിക്കുന്ന ദൈവനീതിയുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ പാപിയാണ്. അപ്പോൾ എന്നെ ഐക്യം പറയും, എന്നിൽ എന്ത് ചെയ്യുക? ഞാൻ സറണ്ടർ ചെയ്ത് ഞാൻ ഇല്ലാതെയാകുക. യാഗമൃഗത്തെ യാഗപീഠത്തിലിട്ട് അതിനെ ദഹിപ്പിക്കുക. അതിൻ്റെ സൗരഭ്യവാസന വന്ന് ദൈവം പ്രസാദിച്ചതുപോലെ നീ എന്നൊരു വ്യക്തി ഇല്ലാതായി ക്രിസ്തുവിൽ എന്ത് ചെയ്യുക? ക്രിസ്തുവിൻ്റെ സൗരഭ്യം തമ്മിൽ എന്ത് ചെയ്യുക? ഉയരുക. ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? ആ സൗരഭ്യം പകരണമെന്നാണ് ദൈവം, അല്ലെങ്കിൽ പകർത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മിലെ മാലിന്യങ്ങൾ മാറി, നമ്മുടെ എല്ലാം മാറി, ജഡത്തിൻ്റെത് മാറി, ആത്മാവിൽ ഒരേ ആത്മാവായി എല്ലാവരെയും ഒരുമിച്ച് പണിത് എന്ത് ചെയ്യുന്നു? ദൈവസ്നേഹത്തിൽ തേക്കുന്ന വലിയ യാത്രയാണ്. ഇതിൽ പല ക്ഷീണങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരും. പക്ഷേ ആ ലക്ഷ്യം മാറിപ്പോകരുത്. ഹല്ലേലൂയ. നാം ഇപ്പോൾ ഹല്ലേലൂയ ആ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ദേവേശ യേശുപര ജീവനെ കൈവെടിഞ്ഞോ ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ധ്യാനിക്കുക. കർത്താവ് നാം പലപ്പോഴും കർത്താവിൻ്റെ യാഗമരണത്തെയും കർത്താവിൻ്റെ ക്രൂശിലെ വേദനകളെയും നാം ധ്യാനിക്കാറുണ്ട്. അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒഴുകി, അവൻ്റെ മുഖത്തെ രോമം വലിച്ചു പിഴുത് ആ വേദന സഹിച്ച് വേദനപ്പെട്ടതൊക്കെയും നമ്മെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ അവനിൽ നാം ഉണ്ടായിരുന്നു. അവൻ നമ്മെ രക്ഷാപദ്ധതിയിൽ ഈ നരകത്തിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും ദൈവനീതിയുടെ മുമ്പിൽ നാം പരാജയപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് പകരമായി അവൻ മരിച്ചതുകൊണ്ടാണ് നമുക്ക് രക്ഷാപദ്ധതി നമുക്ക് സ്വന്തമായത്. ആ കർത്താവിനെ നാം എന്ത് ചെയ്യുക? നാം ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ കുറ്റബോധവും നമ്മുടെ കുറ്റങ്ങളെല്ലാം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ഹല്ലേലൂയ. അവനെ ആ തലമുറയിൽ എല്ലാവരും കരുതി അവൻ്റെ പാപനിമിത്തമാണ് മരിച്ചത്, അവനെ കൊന്നതെന്ന്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നിരിക്കുന്നു. അവൻ്റെ പാപമല്ല, എൻ്റെ പാപമായിരുന്നു. ഞാൻ കാരണമാണ് കർത്താവ് മരിക്കേണ്ടതായിട്ട് വന്നത്. എനിക്ക് പകരക്കാരനായി മരിക്കാൻ വേണ്ടി എന്നെ സ്നേഹിച്ച കർത്താവുമായിട്ടാണ് എനിക്ക് ബന്ധം. എനിക്ക് ബന്ധം. അവനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. അവനാണ് അന്ത്യത്തോളം നടത്താമെന്ന് പറയുന്നത്. അവനെ ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു. അവനാണ് എന്നെ ശുദ്ധീകരിക്കുന്നത്. അവനെ ഒരു നാളും തള്ളിക്കളയത്തില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് അവൻ വീണ്ടും വരുന്നു. ഹല്ലേലൂയ.
ആ കർത്താവ് അവൻ്റെ ആ രക്തവും അവൻ്റെ ജീവിതവും എൻ്റെ മേൽ കണക്കിട്ടതുകൊണ്ട് എനിക്ക് ഈ രക്ഷാപദ്ധതി കർത്താവ് തുറന്നു തന്നിരിക്കുന്നു. ആ പ്രാഗൽഭ്യത്തോടെ ഞാൻ തിരുമേശയോട് ഹല്ലേലൂയ സമീപിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, അങ്ങേ മഹത്വപ്പെടുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ഇത്ര വലിയ രക്ഷ ഒരുക്കിയ കർത്താവിന് നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ, അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ദിനംതോറും അങ്ങയുടെ ദൈവനീതിയുടെ വലിപ്പത്തിന് മുമ്പിൽ കർത്താവെ, അങ്ങയുടെ വലിപ്പത്തിന് മുമ്പിൽ കർത്താവെ മുട്ടുമടക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ കർത്താവെ ദിനംതോറും എപ്പോഴും ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ കർത്താവെ. ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായി സഹോദരൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഇപ്പോൾ 1 കൊരിന്ത്യർ 11